ഹലോ ഗായ്സ്, എല്ലാവർക്കും എന്താ പറയുക, നമസ്കാരം. പിന്നെ ഇപ്പോഴേ ഈ വളരെ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ MDM. അല്ലേ, എല്ലാവരും ഇപ്പോൾ കേട്ട വാർത്തല്ലേ, എല്ലാവർക്കും കേട്ടൊരു വാർത്ത തന്നെ. ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ MDMൻ്റെ ഉപയോഗം. ഇപ്പോൾ അടുത്ത് ഞാൻ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസ് കണ്ടു. MDM ഉപയോഗിക്കുന്ന പയ്യന്മാരും പെൺകുട്ടികളും. ഈ MDM ഒക്കെ ഉപയോഗിക്കുന്നതിനോടൊരു കാര്യം അവരോട് പറഞ്ഞ കാര്യമില്ല. കാരണം അവർക്കിപ്പോൾ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരെ വളർത്തി വലുതാക്കുന്ന വീട്ടിലുള്ള മാതാപിതാക്കളോടാണ് ഞാൻ ഈ പറയുന്നത്. MDM ഒക്കെ അവർ വലിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിക്കുക എന്താണ് എങ്ങനെ ഉപയോഗിക്കാൻ എനിക്കറിയില്ല. അതൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാർക്കൊരു ശ്രദ്ധയില്ലാത്ത കുട്ടികളാണല്ലോ ഈ രൂപത്തിൽ പോണത്, അല്ലേ? ഒരു ശ്രദ്ധയില്ല. മക്കൾ ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിൽ സഞ്ചരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ടീഷർട്ട് എന്തിനിങ്ങനെ പിടിച്ചതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു സെറ്റ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. സെറ്റ് വർക്ക് നടക്കുകയാണ്, കണ്ടോ? സെറ്റ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ പുതിയ പടമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്ത് വിടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് ഒന്ന് ഇതാക്കിയത്. ഇത് നല്ല ഫേസ് മാസ്ക് ചെയ്ത് എന്താ വെച്ചാൽ, ഇവിടെ ഈ കാർപ്പൻറ്റേഴ്സിൻ്റെ വർക്ക് ഉണ്ട്, നല്ല പൊടി മാറുന്നുണ്ട്. അപ്പോൾ അത് വലിച്ച് കയറ്റേണ്ട വെച്ചിട്ട് ഞാൻ ടീഷർട്ടിലൊന്ന് മാസ്ക് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ടൊന്നും മാസ്ക് ചെയ്താണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയില്ല, MDM ഭയങ്കരമായിട്ട്. ഇത് ആരാണ് ഇറക്കുന്നത്, ആരാണിത് സെയിൽസ് ചെയ്യണം, ഒരു പിടുത്ത് ആലോചിച്ച്. ഈ മക്കളൊക്കെ വഴി തെറ്റിപ്പിക്കാനും ഒരുപാട് ആളുകൾ. സ്കൂളിലും എന്താ പറയുക, കോളേജിലൊക്കെ പഠിക്കാൻ പോണ മക്കളല്ലേ. എന്തിനാണിതിങ്ങനെ? എന്തിനാണ് ഈ വഴി തെറ്റിപ്പിക്കണതും തെറ്റുന്നതും? എന്തതുകൊണ്ട് ലാഭം? ആർക്കാണ് അതുകൊണ്ട് ലാഭം? ലാഭമുള്ളവർ ഇത് വിൽക്കുന്നവരാണ്. പറയണ കാശ് മേടിച്ച് പിള്ളേർ വലിച്ച് നാശകല്ലേ. അതിലവർ എന്തൊക്കെ ചെയ്യുന്നു, എന്താണെന്ന് ഒരു പിടുത്തമില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു വളർച്ചയെ. അപ്പോൾ MDM ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ഉപദേശിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലേ? ഇത് ചെയ്യരുത് എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ അവനവൻ്റെ. അപ്പോൾ ഇതിലേക്ക് ആരും പോവാതിരിക്കുക. ഈ ഒരു MDM അല്ലെങ്കിൽ ലഹരിയിലേക്കും ഒരു പിള്ളേരും പോവാതിരിക്കുക. നിങ്ങളൊക്കെ ഭാവി തലമുറകളല്ലേ. അപ്പം എന്തിനാണ് നിങ്ങൾ സ്വയം നശിക്കുന്നത്? നിങ്ങൾ നശിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ വേദനിക്കുന്ന ആരോ നിങ്ങളെ വീട്ടുകാരാണ്, മറ്റാരുമല്ല.